ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏജന്റ് കാർട്ടറിന്റെ എപ്പിസോഡ് 5 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് കണ്ടതെന്ന് വെച്ചാൽ ഗവൺമെന്റ് അറിയാതെ ഹോവാർഡ് സ്റ്റാർക്കിനെ ഓട്ടോ മിങ്കിന്റെ ആളുകൾ അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അവർ ഡിമാൻഡ് ചെയ്ത് പൈസ കൊടുക്കാതെ പെഗ്ഗിയും ജാർവിസും ഹോവാർഡ് സ്റ്റാർക്കിനെ കൊണ്ടുപോയതുകൊണ്ട് ഓട്ടോ മിങ്കിന് അവരോട് ദേഷ്യം തോന്നുന്നു. വേറെ എവിടെയും ഹോവാർഡ് സ്റ്റാർക്കിന് സേഫ് ആയിട്ട് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് പെഗ്ഗി കാർട്ടറിന്റെ ഹോസ്റ്റലിലാണ് ഹോവാർഡ് സ്റ്റാർക്കിനെ ഒളിച്ച് താമസിപ്പിക്കുന്നത്. പെഗ്ഗിയുടെ ഓഫീസിലെ മേലധികാരി ഹോവാർഡ് സ്റ്റാർക്കിനെ പറ്റിയും മരിച്ച അജ്ഞാതനെ പറ്റിയും സയന്റിസ്റ്റിനെ പറ്റിയും എന്തെങ്കിലും അറിയാൻ വേണ്ടി റഷ്യയിലുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരാളിൽ നിന്ന് മരിച്ച ആളുകളെ പറ്റിയും ഹോവാർഡ് സ്റ്റാർക്കിനെ പറ്റിയും അദ്ദേഹത്തിന് ചില ക്ലൂ ലഭിക്കുകയാണ്. പെഗ്ഗിയുടെ ഓഫീസിലുള്ള ഏജന്റ് തോംസണും ഏജന്റ് സൂസയ്ക്കും അവരെത്തുന്ന സ്ഥലങ്ങളിൽ അവർക്ക് മുൻപേ ഏതോ ഒരു സ്ത്രീ എത്തുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. പെഗ്ഗിയോട് കള്ളം പറഞ്ഞ് ഹോവാർഡ് സ്റ്റാർ പോലീസിന്റെ കയ്യിലുള്ള തന്റെ ഒരു ഡിവൈസ് കൊണ്ടുവരാൻ വേണ്ടി അവളെ വിടുകയാണ്. പക്ഷെ പിന്നീടാണ് പെഗ്ഗി അറിയുന്നത് ആ ഡിവൈസിനുള്ളിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ രക്തമായിരുന്നു. ഹോവാർഡ് സ്റ്റാർ തന്നോട് കള്ളം പറഞ്ഞതിനും ഇങ്ങനെ രക്തമെടുത്ത് വെച്ചതിനും പെഗ്ഗിക്ക് വളരെയധികം വിഷമമാവുകയാണ്. പെഗ്ഗിയെയും ഹോവാർഡിനെയും കൊല്ലാൻ വേണ്ടി ഹോട്ടലിലേക്ക് കയറി വന്ന ഓട്ടോ മിങ്കിന് അവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്ന ഡൊറോത്തി കഴുത്തൊടിച്ച് കൊന്നുകളയുകയാണ്. എന്നിട്ട് അയാളുടെ തോക്കും കയ്യിലെടുത്ത് വെക്കുന്നു. അജ്ഞാതനായ ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ടൈപ്പ് റൈറ്റർ തന്നെ ഇരുന്ന് എന്തൊക്കെയോ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക? ആരാണ് ഡൊറോത്തി? എന്താണ് ആ ടൈപ്പ് റൈറ്ററിൽ വരുന്നത്? ഇതൊക്കെ അറിയാൻ വേണ്ടി ഇന്നത്തെ എപ്പിസോഡ് മുഴുവനായി കാണുക. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സീരി എക്സ്പ്ലെയിൻ ആണ്. പെഗ്ഗി കാർട്ടറിന്റെ കഥ നടക്കുന്നത് 1945 ശേഷമാണ്. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന കഥ കുറച്ച് പഴയ കാലത്തെയാണ്. 1937 റഷ്യ. അവിടെ ഒരു റൂമിൽ പല പല കിടക്കകളിലായിട്ട് ഒരുപാട് ചെറിയ പെൺകുട്ടികൾ കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു കൈ കട്ടിലുമായിട്ട് ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ 2 കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ആൾമാറാട്ടം നടത്താനും എല്ലാവരെയും വിശ്വസിപ്പിക്കുന്നത് പോലെ ഡയലോഗുകൾ പറയാനും അവരെ ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്നു. ഈ പെൺകുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട 2 കൂട്ടുകാരികളെ ഈ വട്ടം തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അതിൽ ശക്തിയില്ലാത്ത ഒരു പെൺകുട്ടി തോറ്റുപോയി. അപ്പോൾ ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന സ്ത്രീ ജയിച്ച കൂട്ടുകാരിയോട് തോറ്റ കൂട്ടുകാരിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പറയുകയാണ്. അവൾ അതുപോലെ തന്നെ ചെയ്യുന്നു. പെട്ടെന്ന് ഡൊറോത്തി കണ്ണു തുറക്കുകയാണ്. ഇപ്പൊ തന്നെ കണ്ടതൊക്കെ ഡൊറോത്തിയുടെ കഴിഞ്ഞ കാലമാണ്. റഷ്യയിലെ ഏതോ ഒരു സ്ഥലത്ത് വളരെ കഠിനമായ ട്രെയിനിങ്ങിലൂടെ കടന്നു വന്ന ആളാണ് ഡൊറോത്തി. ഈ ഡൊറോത്തി എന്ന് പറയുന്നത് അവളുടെ ശരിക്കുള്ള പേരൊന്നും ആയിരിക്കില്ല. എന്തോ ഒരു കാര്യം നടത്താൻ വേണ്ടി പെഗ്ഗിയുടെ റൂമിന്റെ അടുത്ത് ആൾമാറാട്ടം നടത്തി പാവം പെൺകുട്ടിയെ പോലെ വന്ന് താമസിക്കുകയാണ്. കുറച്ചു കാലം കൊണ്ട് ഡൊറോത്തി പെഗ്ഗിയെയും ആൻജിയെയും ഒക്കെ തന്റെ സുഹൃത്തുക്കളാക്കി മാറ്റി. അടുത്ത സീനിൽ കാണിക്കുന്നത് പെഗ്ഗിയും ഡൊറോത്തിയും കൂടി ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്നതാണ്. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പല കാര്യങ്ങൾ പറഞ്ഞ് ഡൊറോത്തി പെഗ്ഗിയെ അവളുടെ നല്ലൊരു കൂട്ടുകാരിയാക്കി മാറ്റി. താനിവിടെ പുതിയ ആളാണെന്നും പറ്റുമെങ്കിൽ ഈ സിറ്റിയൊക്കെ തന്നെ ഒന്ന് ചുറ്റിക്കാണിച്ചു തരണമെന്നും പെഗ്ഗിയോട് ഡൊറോത്തി പറയുകയാണ്. പെഗ്ഗി അത് സമ്മതിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ഡൊറോത്തി പെഗ്ഗി അറിയാത്ത പോലെ പെഗ്ഗിയുടെ ബാഗ് തട്ടി താഴെ ഇടുകയാണ്. എന്നിട്ട് പെഗ്ഗിയോട് അവൾ സോറി പറയുന്നു. താഴെ വീണ ബാഗ് താൻ തന്നെ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഡൊറോത്തി ബാഗ് എടുത്തു കൊടുക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പെഗ്ഗി കാണാതെ പെഗ്ഗിയുടെ റൂമിന്റെ കീ ഡൊറോത്തി മോഷ്ടിക്കുകയാണ്. റെസ്റ്റോറന്റിന്റെ പുറത്തു വെച്ച് പെഗ്ഗിയെ കാണാൻ ജാർവിസ് വരികയാണ്. പെഗ്ഗിയോട് സോറി പറഞ്ഞ് വീണ്ടും അവരുടെ സൈഡിലേക്ക് കൊണ്ടുപോകാനാണ് ജാർവിസ് വന്നിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും പെഗ്ഗി സമ്മതിക്കുന്നില്ല. പെഗ്ഗി പറയുന്നത് ഹോവാർഡ് സ്റ്റാർക്കിന്റെ പേര് രക്ഷിക്കാനല്ല അവൻ എന്റെ അടുത്ത് വന്നതെന്നും മറിച്ച് ക്യാപ്റ്റൻ അമേരിക്കയുടെ ബ്ലഡ് നോക്കിയാണ് തന്റെ സഹായം തേടി ഹോവാർഡ് സ്റ്റാർക്ക് വന്നതെന്നുമാണ്. പക്ഷെ ജാർവിസ് പറയുന്നു ഹോവാർഡ് സ്റ്റാർക്ക് ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ ഒരു പരട്ടയെ പോലെ ഫീൽ ചെയ്യാം, പക്ഷെ സത്യത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു നല്ലവനാണ്. അപ്പൊ പെഗ്ഗി താൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണെന്നും ഹോവാർഡ് സ്റ്റാർക്ക് ഇത്രയും നാൾ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചതാണെന്ന് പറയുന്നു. ജാർവിസ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പെഗ്ഗി ജോലി ചെയ്യുന്ന ഓഫീസിൽ മറ്റുള്ള പുരുഷന്മാരൊന്നും പെഗ്ഗിയെ നല്ലൊരു ഓഫീസറായി കണക്കാക്കുന്നില്ല. സ്ത്രീ എന്ന് പറഞ്ഞ് കളിയാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനിയും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അതിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഹോവാർഡ് സ്റ്റാർക്കിനെ സഹായിക്കുകയാണെങ്കിൽ സത്യവും പുറത്തു വരും. അതേസമയം പെഗ്ഗിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വിലയും കിട്ടും. പക്ഷെ പെഗ്ഗി പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ വിലയുണ്ടാക്കാനായിട്ടല്ല താൻ ഹോവാർഡ് സ്റ്റാർക്കിനെ സഹായിച്ചതെന്നാണ്. അത് പറഞ്ഞ് പെഗ്ഗി നടന്നു പോവുകയാണ്. അടുത്ത സീനിൽ പെഗ്ഗിയുടെ ഓഫീസാണ് കാണിക്കുന്നത്. തന്നെ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയ ടൈപ്പ് റൈറ്റർ എന്തോ ഒരു മെസ്സേജ് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഒരു കോഡ് ഭാഷയിലാണ്. അതെന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പെഗ്ഗിയുടെ ഓഫീസിലുള്ള എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ജീനിയസ് ആയ ആൾ അതിന് ശ്രമിച്ചെങ്കിലും ആ കോഡ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് പെഗ്ഗി കാർട്ടർ അങ്ങോട്ട് വരുന്നത്. അവൾ ആ കോഡ് തനിക്കൊന്ന് നോക്കണമെന്ന് പറയുകയാണ്. ആ കോഡ് നോക്കി കഴിഞ്ഞപ്പോ പെഗ്ഗിക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം പണ്ട് ആർമിയിൽ സേവനം ചെയ്തിരുന്നപ്പോ ഇങ്ങനെയുള്ള കോഡ് സിസ്റ്റങ്ങൾ ഒരുപാട് പെഗ്ഗി കാർട്ടർ കണ്ടിട്ടുണ്ട്. അങ്ങനെ പെഗ്ഗി ആ കോഡിലെ രഹസ്യം വായിച്ചെടുക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ
ഈ മെസ്സേജ് വന്നിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ബെലാറസ് എന്ന് പറയുന്ന ഒരു കാടിനുള്ളിൽ വെച്ച് ഹോവാക് റിയാക്ടർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കുറെ പേർ വാങ്ങാൻ പോകുന്നുണ്ട്. വലിയ പൈസ കൊടുത്താണ് ആ ടെക്നോളജി വാങ്ങാൻ പോകുന്നത്. അതൊരു വലിയ ആയുധമാണ്. ആരുടെ കയ്യിൽ നിന്നാണ് അത് വാങ്ങുന്നതെന്നും ആ മെസ്സേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോവാർഡ് സ്റ്റാർക്കിന്റെ കയ്യിൽ നിന്നാണ് ആ ടെക്നോളജി വാങ്ങാനായിട്ട് പോകുന്നത്. ബെലാറസ് എന്ന് പറയുന്ന കാർഡിരിക്കുന്ന ലൊക്കേഷനും ആ മെസ്സേജിലുണ്ട്. ഇത് വാങ്ങാൻ പോകുന്ന സംഘടനയുടെ പേരാണ് ലെവയത്തോൺ. ഈ കാര്യമൊക്കെ കേട്ടപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി. എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ബെലാറസ് എന്ന സ്ഥലത്തുള്ള കാട്ടിലേക്ക് എത്തണം. അവിടെ വെച്ചാണല്ലോ ഹോവാർഡ് സ്റ്റാർക്കിന്റെ കയ്യിൽ നിന്ന് ഈ ടെക്നോളജി വാങ്ങാനായിട്ട് പോകുന്നത്. അവരെ തടയുകയും വേണം. മാത്രമല്ല അവിടെ വെച്ച് ഹോവാർഡ് സ്റ്റാർക്കിനെ പിടിക്കാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമാവും. ഈ ഒരു സന്ദേശത്തോടു കൂടി ഹോവാർഡ് സ്റ്റാർക്ക് കുറ്റക്കാരൻ തന്നെയാണെന്ന് അവിടെയുള്ളവരൊക്കെ വിശ്വസിക്കുകയാണ്. മാത്രമല്ല ലെവയത്തോൺ ശരിക്കും റഷ്യയിലുള്ള ഒരു രഹസ്യ സംഘടനയാണെന്നും ഇവർക്കൊക്കെ മനസ്സിലായി. ഈ പേര് ഇവരൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ പെഗ്ഗി ഇതിനു മുൻപേ ലെവയത്തോൺ എന്ന പേര് കേട്ടിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ അവർ റഷ്യയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പൊ പെഗ്ഗി തനിക്കും റഷ്യയിലേക്ക് വരണമെന്ന് പറയുകയാണ്. പെഗ്ഗി ഒരു സ്ത്രീ ആയതുകൊണ്ട് അവളെ കൊണ്ടുപോയാൽ ശരിയാവില്ലെന്ന് ഏജന്റ് തോംസൺ പറയുന്നു. കാരണം പെഗ്ഗിക്ക് അവിടെ വെച്ച് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ കുറ്റം മുഴുവൻ ഈ ഓഫീസിലുള്ളവർക്കാവും. മേലധികാരിയും അത് സമ്മതിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് പെഗ്ഗി താൻ പണ്ട് ആർമിയിലായിരുന്നപ്പോ ഒരുപാട് വട്ടം റഷ്യയിൽ പോയിട്ടുണ്ടെന്നും തനിക്ക് അറിയാവുന്ന ഒരു സംഘം ആളുകൾ റഷ്യയിൽ ഇപ്പോഴും ഉണ്ടെന്നും പറയുകയാണ്. അത് മാത്രമല്ല താൻ റഷ്യയിൽ പോയപ്പോൾ അവിടെയുള്ള പല കാര്യങ്ങളും തനിക്ക് പരിചയമുണ്ടെന്നും ഇനി ലെവയത്തോൺ എന്ന് പറയുന്ന സംഘടന ഇതുപോലെയുള്ള ഒരു കോഡ് ഭാഷ ഉപയോഗിച്ചാൽ അത് വായിക്കാൻ കഴിയുന്ന ആൾ താനാണെന്ന് പറയുകയാണ്. പെഗ്ഗി ഈ പറയുന്നതൊക്കെ കേട്ടപ്പോൾ പെഗ്ഗിയെ കൂടെ കൂട്ടിയാൽ നല്ലതായിരിക്കുമെന്ന് അവിടെയുള്ള മേലധികാരിക്കും തോന്നി. അദ്ദേഹം തോംസൺ പറഞ്ഞത് കേൾക്കാതെ പെഗ്ഗിയോടും കൂടി റഷ്യയിലേക്ക് പോയിക്കോളാൻ പറയുകയാണ്. അത് കേട്ട് പെഗ്ഗിക്ക് സന്തോഷമായി. റഷ്യയിലേക്ക് പോകാൻ വേണ്ടി അവിടെയുള്ള എല്ലാ ഏജൻസും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാനായിട്ട് പ്രത്യേക റൂമൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലം പെഗ്ഗി ആണുങ്ങൾ ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് അവർക്ക് കാണാത്തതുപോലെ മാറി നിന്ന് വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ നല്ല തണുപ്പായതുകൊണ്ട് അതിനു പറ്റിയ ഡ്രസ്സ് ഇട്ടാണ് ഇവർ പോകുന്നത്. ആ സമയത്ത് ഏജന്റ് സൂസ അങ്ങോട്ട് വരികയാണ്. റഷ്യയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ബോർഡറിൽ ഇവരെ സഹായിക്കാനായിട്ട് ഒരുങ്ങി ഒരു ടീം ഉണ്ടായിരിക്കുമെന്ന് പറയുകയാണ്. ടാക് ടീം എന്നാണ് അവർ വിളിക്കുന്നത്. ആ ടീമിനെ പെഗ്ഗിക്ക് നേരത്തെ അറിയാം. ഇതിന്റെ ഇടയ്ക്ക് ഏജന്റ് തോംസൺ ഏജന്റ് സൂസയ്ക്ക് ഒരു ചെറിയ പണി കൊടുക്കാൻ വേണ്ടി അപ്പുറത്തുള്ള അലമാരയിൽ തന്റെ ഒരു ഡ്രസ്സ് ഇരിക്കുന്നുണ്ടെന്നും അതൊന്ന് എടുത്തു തരണമെന്ന് പറയുകയാണ്. ഏജന്റ് സൂസ പെഗ്ഗി അവിടെ നിന്ന് ഡ്രസ്സ് മാറുന്നത് അറിയാതെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി തന്നെയാണ് ഏജന്റ് തോംസൺ ഏജന്റ് സൂസയോട് അങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടത്. ഏജന്റ് സൂസയെ കണ്ട് പെഗ്ഗി പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് പെട്ടെന്ന് പിന്നിലോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. സൂസയും അധിക നേരം പെഗ്ഗിയെ നോക്കിയില്ല. പക്ഷെ പിന്നിലോട്ട് തിരിഞ്ഞു നിന്നപ്പോഴാണ് ഏജന്റ് സൂസ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. പെഗ്ഗിയുടെ തോളിന്റെ ഭാഗത്തായിട്ട് വെടിയേറ്റതുപോലെയുള്ള 2 പാടുകളുണ്ട്. 2 ചെറിയ മുറിവുകൾ പോലെയുള്ള പാടുകൾ. ആ പാടുകൾ ഏജന്റ് സൂസ ശ്രദ്ധിക്കുകയാണ്. അത് കഴിഞ്ഞ് പെഗ്ഗിയും ഏജന്റ് തോംസണും ബാക്കി റഷ്യയിലേക്ക് പോകുന്ന ഏജന്റ്സും കൂടി പ്ലെയിനിൽ കയറി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ റഷ്യ എത്തി. നേരത്തെ ഇങ്ങനെ മിഷൻ ഒന്നും പോയി പരിചയമില്ലാത്തത് കൊണ്ട് ഏജന്റ് തോംസണ് റഷ്യയിലെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും അദ്ദേഹം അത് പുറത്ത് കാണിക്കുന്നില്ല. അങ്ങനെ അവിടെ മുകളിലെത്തിയപ്പോ എല്ലാവരും പാരഷൂട്ട് ധരിച്ച് താഴേക്ക് ചാടുകയാണ്. താഴെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഉണ്ടെന്ന് പറഞ്ഞ ടാക് ടീം അവരുടെ മുന്നിലേക്ക് വരികയാണ്. ഇവർ തന്നെയാണോ അമേരിക്കയിൽ നിന്ന് വന്ന ടീം എന്നറിയാൻ വേണ്ടി ടാക് ടീമിന്റെ തലവനായിട്ടുള്ള ഡൂഗൺ ഒരു പാസ്വേഡ് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഏജന്റ് തോംസണും മറ്റുള്ളവർക്കും ആ പാസ്വേഡ് അറിയുന്നില്ല. അപ്പോഴാണ് പെഗ്ഗി അങ്ങോട്ട് കയറുമെന്ന് കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് പറയുന്നത്. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ തന്നെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പെഗ്ഗിയെ കണ്ടപ്പോൾ തന്നെ ഡൂഗണിന് സന്തോഷമായി. ഈ പറയുന്ന ഡൂഗണിനെ നിങ്ങൾ ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവെഞ്ചർ എന്ന് പറയുന്ന മൂവിയിൽ കണ്ടിട്ടുണ്ടാവും. ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീമിൽ അദ്ദേഹത്തിനും പെഗ്ഗിക്കുമൊപ്പം യുദ്ധം ചെയ്തിരുന്ന ഒരാളാണ് ഡൂഗൺ. ക്യാപ്റ്റൻ അമേരിക്ക പോയി കഴിഞ്ഞ് ഇവരുടെ ടീമിലുള്ളവർ പല വഴിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പെഗ്ഗി SSR എന്ന് പറയുന്ന ആ ഏജൻസിയിൽ പോയി ചേർന്നു. ഡൂഗൺ എപ്പോഴും ഇങ്ങനെയുള്ള മിലിറ്ററി ഓപ്പറേഷനുമായി കഴിഞ്ഞുകൂടുകയാണ്. ഏജന്റ് തോംസണെയും ആളുകളെയും ടാക് ടീമിലുള്ളവർ പരിചയപ്പെടുകയാണ്. തന്റെ പഴയ കൂട്ടുകാരനായിട്ടുള്ള ഡൂഗണിന് വേണ്ടി അയാൾക്ക് ഇഷ്ടമുള്ള മദ്യമൊക്കെ ആരും കാണാതെ പെഗ്ഗി കാർട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ഡൂഗണിന് വളരെ സന്തോഷമായി. അങ്ങനെ അവർ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ അമേരിക്കയുടെ വിഷയം കടന്നു വരികയാണ്. അങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവർ രണ്ടുപേരും വളരെ ഇമോഷണലായി മാറി. സീൻ ചേഞ്ച് ആവുന്നു. പെഗ്ഗിയുടെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ എല്ലാവരും വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ ഏജന്റ് സൂസ കുറച്ച് നേരം വൈകിയിരുന്ന് എന്തോ കാര്യം സെർച്ച് ചെയ്യുകയാണ്. എന്താണ് അദ്ദേഹം തിരയുന്നതെന്ന് വെച്ചാൽ പെഗ്ഗി കാർട്ടറിന്റെ ഫയലാണ്. അദ്ദേഹം ആ ഫയൽ എടുത്ത് പെഗ്ഗി കാർട്ടറിന്റെ ശരീരത്തിലുള്ള മുറിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണ്. അതെടുത്ത് ചെക്ക് ചെയ്യുമ്പോഴാണ് പെഗ്ഗി കാർട്ടറിന്റെ തോളിന്റെ ഭാഗത്തായിട്ടുള്ള 2 പാടുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോ അദ്ദേഹം നേരത്തെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കണ്ടത് ശരിയാണ്. പെഗ്ഗി കാർട്ടറിന്റെ തോളിലായിട്ട് 2 പാടുകളുണ്ട്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ റെയ്മണ്ടിന്റെ പാർട്ടിക്കിടയ്ക്ക് അവിടെ വന്ന അജ്ഞാതയായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇവർക്ക് കിട്ടിയിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖം വ്യക്തമായിരുന്നില്ല. പക്ഷേ ആ ഫോട്ടോയിലെ പെൺകുട്ടിയുടെ തോളിന്റെ ഭാഗത്തായിട്ട് കറക്റ്റ് പെഗ്ഗിയുടേത് പോലെ തന്നെ 2 പാടുകൾ, 2 ഒരുപോലെ. ഏജന്റ് സൂസ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഒരു പക്ഷേ ഇവർ തിരയുന്ന ആ പെണ്ണ് ഏജന്റ് പെഗ്ഗി കാർട്ടർ ആവാൻ സാധ്യതയുണ്ടെന്ന് ഏജന്റ് സൂസയ്ക്ക് മനസ്സിലാവുകയാണ്. ഈ സമയത്ത് റഷ്യയിൽ സമയം രാത്രിയായി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പാണ്. തണുപ്പ് മാറാൻ വേണ്ടി എല്ലാവരും കൂടി
തീ കത്തിച്ച് അതിന്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ പഴയ കാലത്തെ യുദ്ധകഥകൾ പറയാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഏജന്റ് തോംസനോടും അദ്ദേഹത്തിന്റെ യുദ്ധത്തിന്റെ കഥയൊക്കെ പറയുകയാണ്. ആദ്യം കുറച്ച് മടിച്ചെങ്കിലും എല്ലാവരും കൂടി പറഞ്ഞപ്പോ തോംസൺ അദ്ദേഹത്തിന്റെ കഥയും പറയുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് ആദ്യമായിട്ട് യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഒരു മെഡൽ കിട്ടിയത്, ആ കഥയാണ് അദ്ദേഹം പറഞ്ഞത്. യുദ്ധത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ ക്യാമ്പിലേക്ക് ഒളിച്ചു കടന്നു വന്ന ജാപ്പനീസ് സൈനികർ ഏജന്റ് തോംസന്റെ കൂടെയുള്ള സൈനികരെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ഇത് കണ്ട ഏജന്റ് തോംസൺ അവരെ എല്ലാവരെയും ഒറ്റയ്ക്ക് വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ധീരതയ്ക്കുള്ള മെഡൽ കിട്ടുന്നത്. ഈ കാര്യം അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് പെഗ്ഗി കാർട്ടർ ശ്രദ്ധിക്കുകയാണ്. ഒരു ധീരനെ പോലെ അഭിമാനത്തോടെയല്ല ഏജന്റ് തോംസൺ അത് പറയുന്നത്. എന്തോ ഒരു കുറ്റബോധം പോലെയാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത്. പെഗ്ഗിയുടെ ഓഫീസിലെ മേലധികാരി ബാറിൽ വെച്ച് അദ്ദേഹത്തിന്റെ പഴയൊരു കൂട്ടുകാരനും ഒരു പത്രത്തിലെ എഴുത്തുകാരനുമായിട്ടുള്ള ഒരു റിപ്പോർട്ടറെ കാണുകയാണ്. തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരാളെ മേലധികാരി കാണാൻ പോയിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് അറിയാൻ സാധിച്ചത് ബാറ്റിൽ ഓഫ് ഫിനോ എന്ന് പറയുന്ന ഫിനോയിൽ നടന്ന യുദ്ധത്തിൽ മരിച്ച അജ്ഞാതനും മരിച്ച സയന്റിസ്റ്റും ഹോവാർഡ് സ്റ്റാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഫിനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന യുദ്ധത്തിന്റെ ഏറ്റവും അധികം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടറാണ് ഇപ്പൊ മേലധികാരിയുടെ കൂടെ ഇരിക്കുന്നത്. ഈ കാര്യത്തിനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുമോ എന്ന് റിപ്പോർട്ടറിനോട് മേലധികാരി ചോദിക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ടർ പറയുന്നു, അന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേർ മരണമടഞ്ഞു. പക്ഷേ യുദ്ധത്തിന്റെ അവസാന ദിവസം ആ യുദ്ധത്തിലെ ജനറലിനെ അല്ലെങ്കിൽ ആ യുദ്ധത്തിലെ മേലധികാരിയെ ഹോവാർഡ് സ്റ്റാർക്ക് തന്റെ കൈ കൊണ്ട് ഇടിച്ചു. ഹോവാർഡ് സ്റ്റാർക്കിന്റെ 2 ഇരട്ടി വലിപ്പമുള്ള ആളാണ് ആ മേലധികാരി. ഒരിക്കലും ഒരാളെ നേരിട്ടിടിക്കാത്ത ബുദ്ധിമാനായ ഒരാളാണ് ഹോവാർഡ് സ്റ്റാർക്ക്. പിന്നെ എന്തിനായിരിക്കും തന്നെക്കാൾ 2 ഇരട്ടി സൈസുള്ള ആ ജനറലിനെ ഹോവാർഡ് സ്റ്റാർക്ക് കയറി ഇടിച്ചത്? മാത്രമല്ല ആ ആർമിയുമായിട്ട് ഹോവാർഡ് സ്റ്റാർക്കിനുണ്ടായിരുന്ന കോടികൾ വിലമതിക്കുന്ന ആയുധ കച്ചവടം ഹോവാർഡ് സ്റ്റാർക്ക് നിർത്തിവെച്ചു. അതെന്തിനായിരിക്കും? ആ കാര്യം മാത്രം ആ റിപ്പോർട്ടറിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാ കഥയ്ക്കും 2 വശങ്ങളുണ്ടല്ലോ, ഒന്ന് സത്യത്തിന്റെ വശം, ഒന്ന് നുണയുടെ വശം. ഒരുപക്ഷെ ഹോവാർഡ് സ്റ്റാർക്കിനെ പറ്റി ഇപ്പോൾ ഗവൺമെന്റും പോലീസും മറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സത്യമല്ലാതെയും ഇരിക്കാമെന്ന് ആ റിപ്പോർട്ടർ പറയുകയാണ്. അപ്പോഴാണ് പെഗ്ഗിയുടെ ഓഫീസിലെ മേലധികാരി അതിനെപ്പറ്റി ഒന്നുകൂടി ചിന്തിക്കുന്നത്. ഈ സമയത്ത് റഷ്യയിൽ അടുത്ത ദിവസമായി ആ ടൈപ്പ് റൈറ്ററിൽ പറഞ്ഞ അഡ്രസ്സിലേക്ക് പെഗ്ഗിയും ഏജന്റ് തോംസണും, അതൊരു വലിയ കെട്ടിടമായിരുന്നു. ഏജന്റ് തോംസൺ പറയുന്നത് 2 പേരുള്ള 4 ടീമായിട്ട് ആ കെട്ടിടം മുഴുവൻ അരിച്ചു പെറുക്കാമെന്നാണ്. പെഗ്ഗി അല്പം ഇഷ്ടക്കേട്ടുള്ളതുപോലെ അത് സമ്മതിക്കുന്നു. അപ്പോൾ ഏജന്റ് തോംസൺ പെഗ്ഗിയുടെ കയ്യിൽ നല്ല വേറെ വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെഗ്ഗി പറയുന്നു, 2 പേരുള്ള 4 ടീമാണെങ്കിൽ പെട്ടെന്ന് കെട്ടിടം അരിച്ചു പെറുക്കാൻ സാധിക്കും, സ്പീഡിൽ അരിച്ചു പെറുക്കാൻ സാധിക്കും. പക്ഷേ 4 പേരുള്ള 2 ടീമാണെങ്കിൽ സ്പീഡ് അല്പം കുറവാണെങ്കിൽ പോലും നമ്മളെല്ലാവരും സേഫ് ആയിട്ടിരിക്കും. 4 പേരുണ്ടല്ലോ, അപ്പോൾ ആൾബലം കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ അവരെന്താണ് കാത്തിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഏജന്റ് തോംസണ് ഇത് ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് ഏജന്റ് തോംസണും വേറെ 3 പേരും കൂടി ഒരു ടീമായിട്ട് പോകുന്നു. പെഗ്ഗി കാർട്ടറും ഡൂഗനും വേറെ 2 പേരും കൂടി ഒരു ടീമായിട്ട് പോകുന്നു. ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് പെഗ്ഗിയും ടീമും കടന്നു ചെല്ലുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ആ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ പണ്ട് റഷ്യയിൽ ഡൊറോത്തിയെയും മറ്റ് പെൺകുട്ടികളെയും പൂട്ടിയിട്ട് ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്ന ആ കെട്ടിടമാണ് അത്. അവിടെ ചെന്ന് പെഗ്ഗി നോക്കിയപ്പോൾ പലതരം ട്രെയിനിങ്ങുകൾ നടന്നതുപോലെ കാണുകയാണ്. അതിന്റെ ഒപ്പം ആളുകളെ മാനസികമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി തയ്യാറാക്കിയ വീഡിയോകൾ അവിടെ പ്ലേ ചെയ്യുന്നതും പെഗ്ഗി കാണുന്നു. അവരടുത്ത റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ബെഡുകൾ കാണുകയാണ്. ആ ബെഡിലൊക്കെ വിലങ്ങുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ആ സ്ഥലമാണെന്ന്. പണ്ട് ഡൊറോത്തിയെ ചെറുതായിരുന്നപ്പോൾ കൈ പൂട്ടിയിട്ടിരുന്ന ആ സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ഈ കാര്യമൊന്നും ഇവർക്കറിയില്ല. അപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടി തല താഴ്ത്തിയിരുന്ന് കരയുന്നത് ഇവരൊക്കെ കാണുന്നത്. ഇതേതാണ് ഈ കൊച്ചുകുട്ടി? എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇവിടെ ഇരുന്ന് കരയുന്നത്? ഇങ്ങനെ പല ചോദ്യങ്ങൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. ഡൂഗൺ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവളോട് വിഷമിക്കണ്ടെന്നും എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നും പറയുന്നു. അങ്ങനെ ആ കുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ആ പെൺകുട്ടിയുടെ ഭാവം മാറി. അവൾ അവളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ കത്തിയെടുത്ത് ഡൂഗണിന്റെ നെഞ്ചിലേക്ക് കുത്തുകയാണ്. എന്നിട്ട് ഡൂഗണിന്റെ ആളുടെ ഒരു തോക്കെടുത്ത് ഡൂഗണിന്റെ ടീമിലുള്ള ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഭാഗ്യത്തിന് ഡൂഗണിന് കുത്തേറ്റ് അധികം പരിക്ക് പറ്റിയില്ല. അപ്പോൾ ഈ പെൺകുട്ടിയും അവിടെ ട്രെയിൻ ചെയ്തു വരുന്ന പെൺകുട്ടികളിൽ ഒരാളാണ്. ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് പണ്ട് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഡൊറോത്തി. ഓടിപ്പോയ പെൺകുട്ടിയെ ഡൂഗൺ കൊല്ലാൻ നോക്കുകയാണ്. അപ്പൊ പെഗ്ഗി അത് വേണ്ടെന്ന് പറയുന്നു. തൽക്കാലം ഡൂഗൺ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്യുന്നില്ല. ആ പെൺകുട്ടി എങ്ങോട്ട് ഓടി മറിഞ്ഞു. പക്ഷെ ഡൂഗണിന്റെ ടീമിൽ ആ പെൺകുട്ടി വെടിവെച്ച് കൊന്നിട്ട് പോയ ആളെ ഓർത്ത് ഡൂഗണിന് വളരെ വിഷമമായി. അപ്പോഴേക്കും തോംസന്റെ ടീം അങ്ങോട്ട് വരികയാണ്. ഡൂഗൺ കുറച്ചു നേരത്തേക്ക് പുറത്തേക്ക് പോകുന്നു. ഈ സമയത്ത് പെഗ്ഗിയുടെ മേലധികാരി ജാർവിസിനെ കാണാൻ വേണ്ടി വരികയാണ്. തന്നെ അന്ന് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചതിൽ ജാർവിസിന് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ജാർവിസ് അദ്ദേഹം പറയുന്നതൊന്നും ശരിക്കും കേൾക്കുന്നില്ല. അപ്പം മേലധികാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് കഥയ്ക്കും 3 വശങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ വശം, ഒന്ന് എന്റെ വശം,
ഒന്ന് സത്യത്തിന്റെ വശം. സത്യത്തിന്റെ വശമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അതുകൊണ്ട് ഹോട്ട്സ്റ്റാർക്കിന് സത്യം എന്താണെന്ന് എന്നോട് തുറന്നു പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കാണാൻ വരാമെന്ന് മേലധികാരി പറയുകയാണ്. എന്നിട്ട് മേലധികാരിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരു കാർഡും കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ജാർവിസ് ഈ കാര്യത്തിനെ പറ്റി ആലോചിക്കുന്നു. ഇനി എത്ര നാൾ ഹോട്ട്സ്റ്റാർക്കിന് ഇങ്ങനെ ഒളിച്ചു ജീവിക്കാൻ സാധിക്കും? ഈ സമയത്ത് പെഗ്ഗിയുടെ ഹോസ്റ്റലിൽ ഡൊറോത്തി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെഗ്ഗി അറിയാതെ എടുത്തുകൊണ്ട് പോയ പെഗ്ഗിയുടെ കീ അവൾ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് പെഗ്ഗിയുടെ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ അവൾ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് പെഗ്ഗിയുടെ സ്പെഷ്യൽ ലിപ്സ്റ്റിക് അവൾ കയ്യിലെടുക്കുന്നു. ആ ലിപ്സ്റ്റിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ചുണ്ടിൽ തേച്ച് ആരെങ്കിലും കിസ് ചെയ്യുകയാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കാരണം മറ്റേയാൾ ബോധം കെട്ട് വീഴും. ഇങ്ങനെയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ പെഗ്ഗി കിസ് ചെയ്ത് റേമണ്ടിനെ ബോധം കെടുത്തിയത്. അതിനുശേഷം അവിടെ ആ കരിച്ചു വെറുക്കുമ്പോൾ പെഗ്ഗി അവിടെ ആരും കാണാതെ വെച്ചിരുന്ന കുറച്ച് ഫോട്ടോകൾ ഡൊറോത്തിക്ക് കിട്ടുകയാണ്. ആ ഫോട്ടോകൾ എന്താണെന്ന് വെച്ചാൽ ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജികളുടെ ഫോട്ടോകളായിരുന്നു. ഇതും ഡൊറോത്തി കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് വാതിലടച്ച് പോകാൻ നേരത്ത് പെഗ്ഗി ആരെങ്കിലും റൂമിലേക്ക് കടന്നു വന്നോ എന്നറിയാൻ വേണ്ടി വാതിലിന്റെ ലോക്ക് തുറക്കുന്ന ഭാഗത്തായിട്ട് ഒരു നൂൽ തൂക്കിയിട്ടിരുന്നു. അപ്പോൾ ആരെങ്കിലും തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ നൂൽ താഴെ കിടക്കുന്നത് പെഗ്ഗിക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഡൊറോത്തി വേറെ ലെവൽ ട്രെയിനിങ് കിട്ടിയ ഒരു പെൺകുട്ടിയാണ്. അവൾ ആ നൂൽ കണ്ടെത്തി വീണ്ടും അത് തിരിച്ചു വെച്ചിട്ടാണ് വാതിലടച്ചു പോകുന്നത്. അതുകൊണ്ട് പെഗ്ഗി പെട്ടെന്ന് റൂമിലേക്ക് വന്ന് നോക്കിയാലും അവൾക്ക് അവിടേക്ക് ആരെങ്കിലും വന്നതായിട്ട് സംശയം തോന്നില്ല. ഈ സമയത്ത് റഷ്യയിലെ ആ കെട്ടിടത്തിൽ പെഗ്ഗിയും ടീമും ഒരു ജയിൽ കാണുകയാണ്. ആ ജയിലിലെ സെല്ലിനുള്ളിൽ രണ്ടുപേരെ പൂട്ടി വെച്ചിട്ടുണ്ട്. അവരെ പരിചയപ്പെടുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതിലെ വയസ്സായ ആൾ ഒരു സൈക്കാട്രിസ്റ്റ് ആണ്, ഒരു മനഃശാസ്ത്രജ്ഞൻ. ചെറുപ്പക്കാരൻ ഒരു സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റിന്റെ ജോലി ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജി പോലെയുള്ള ടെക്നോളജികൾ ഉണ്ടാക്കിയെടുക്കലാണ്. അങ്ങനെയുള്ള ടെക്നോളജികൾ ഉണ്ടാക്കാനായിട്ട് ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജികൾ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജികൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് ലെവയത്തോൺ എന്ന് പറയുന്ന സംഘടനയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ടെക്നോളജികളുടെ മാതൃകകൾ ഉപയോഗിച്ച് അവർ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കും. പല സ്ഥലങ്ങളിലായിട്ട് ലെവയത്തോൺ ഇങ്ങനെ ആയുധങ്ങൾ നിർമ്മിക്കാറുണ്ട്. അതുപോലെ ഈ കേന്ദ്രത്തിൽ ആയുധങ്ങൾ നിർമ്മിക്കാനാണ് ഈ സയന്റിസ്റ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പുറത്തിരിക്കുന്ന സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ സയന്റിസ്റ്റ് അല്പം മെന്റലാണ്, ബുദ്ധിക്ക് അല്പം കുഴപ്പമുള്ള ആളാണ്, എന്നാലും നല്ല അറിവുള്ള ആളാണ്. അപ്പൊ ഇടയ്ക്ക് ഇയാളുടെ കൺട്രോൾ പോകുമ്പോൾ അയാളെ സമാധാനിപ്പിച്ച് ശരിക്കുള്ള നിലയിലേക്ക് കൊണ്ടുവരാനാണ് ആ സൈക്കാട്രിസ്റ്റിനെയും അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഈ സൈക്കാട്രിസ്റ്റിനെയും ഈ സയന്റിസ്റ്റിനെയും ഇവിടെ കൊണ്ടുവന്ന് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ലെവയത്തോൺ എന്ന് പറയുന്ന സംഘടനയാണ്. ഈ ലെവയത്തോൺ സംഘടനയാണ് ചെറിയ പെൺകുട്ടികളെ ചെറുപ്പത്തിലെ മുതൽ കഠിനമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അവരുടെ സീക്രട്ട് മിഷനുകൾക്കായിട്ട് ഉപയോഗിക്കും. അങ്ങനെ പഠിച്ചിറങ്ങിയ ഒരു പെൺകുട്ടിയാണ് ഡൊറോത്തി. ആ ഡൊറോത്തിയെ വെച്ചാണ് ലെവയത്തോൺ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കപ്പലിൽ നിന്ന് പെഗ്ഗിക്കും ജാർവിസിനും ഹോട്ട്സ്റ്റാർക്കിന്റെ ഒരുപാട് ടെക്നോളജികൾ കിട്ടി. അതിനുശേഷം ആ ടെക്നോളജികൾ ഏജന്റ് തോംസണും മേലധികാരിയും ഒക്കെ വന്ന് കൂടെ കൊണ്ടുപോയി. ഇതിന്റെ ഇടയ്ക്കാണ് ഏജന്റ് ക്രിസ്മൻസ്കിയെയും ആ കപ്പലിൽ നിന്ന് പിടിച്ച തടീനെയും ഏതോ ഒരു അജ്ഞാതൻ വന്ന് വെടിവെച്ച് കൊല്ലുന്നത്. ആ അജ്ഞാതൻ ശരിക്കും ആരായിരുന്നെന്ന് വെച്ചാൽ അത് ഡൊറോത്തി ആയിരുന്നു. ഇപ്പോ കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇപ്പോ ഡൊറോത്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏജന്റ്സ് എടുത്തുകൊണ്ട് പോയതോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തുള്ളതോ ആയിട്ടുള്ള ഹോട്ട്സ്റ്റാർക്കിന്റെ ടെക്നോളജികൾ തിരിച്ച് ലെവയത്തോണിന്റെ കയ്യിൽ എത്തിക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൾ പെഗ്ഗി കാർട്ടറിന്റെ റൂമിൽ കയറി പരിശോധിക്കുന്നതും ആ ഫോട്ടോകൾ എടുക്കുന്നതും. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു, ഈ ഡൊറോത്തിയുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും ഇവരിപ്പോ സംസാരിച്ചിട്ടേ ഇല്ല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ലെവയത്തോണിനെ പറ്റിയും ഈ സയന്റിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെ പറ്റിയും മാത്രമേ പെഗ്ഗിക്കും ആളുകൾക്കും ഇപ്പൊ അറിയൂ. അങ്ങനെ ഇവരെ രക്ഷിക്കാൻ നിൽക്കുന്ന സമയത്താണ് ലെവയത്തോണിലെ ആളുകൾ അവിടേക്ക് തോക്കും കൊണ്ടുവരുന്നത്. അങ്ങനെ പെഗ്ഗിയും ടീമും കൂടി അവരുമായി ഫൈറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള വെടിവെപ്പിൽ തോംസൺ നേരത്തെ പങ്കെടുത്തിട്ടില്ല. എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പേടി വരികയാണ്. അദ്ദേഹം അവിടെ പോയി ഒളിച്ചിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ആ വട്ടുള്ള സയന്റിസ്റ്റിന് അല്പം പേടിയായി. അപ്പോൾ അയാൾ പെഗ്ഗിയുടെ ടീമിൽ ഒരാളുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ലെവയത്തോണിലെ ആളുകളോട് പറയുന്നു, ഞാൻ ലെവയത്തോണിന്റെ കൂടെ തന്നെയാണ്, രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് സോറി, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്, തിരിച്ച് നിങ്ങളുടെ സയന്റിസ്റ്റായിട്ട് എന്നെ തെരഞ്ഞെടുക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്തോളാം, വേണമെങ്കിൽ അതിന് തെളിവായിട്ട് ഇയാളെ കൊന്നു കാണിക്കാം എന്ന് പറയുകയാണ്. സ്വന്തം ടീമിലെ ഒരാളെ ആ സയന്റിസ്റ്റ് കൊല്ലാൻ പോകുന്നത് കണ്ട് പെഗ്ഗിക്ക് സഹിച്ചില്ല. ഒരു തരത്തിൽ അയാളെ രക്ഷിക്കാൻ നോക്കിയ പെഗ്ഗിയോടും ടീമിനോടും അയാൾ ചതിയാണ് കാണിക്കുന്നത്. പെഗ്ഗിക്ക് ദേഷ്യം വന്നു. പെഗ്ഗി ആ സയന്റിസ്റ്റിനെ വെടിവെച്ച് കൊല്ലുകയാണ്. സൈക്കാട്രിസ്റ്റ് ആണെങ്കിൽ അവിടെ മാറിപ്പോയി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്താണ് ഡൂഗൺ മറ്റുള്ള കുറച്ചുപേരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നിട്ട് വീണ്ടും ഫൈറ്റ് തുടരുന്നു. അങ്ങനെ ഫൈറ്റിന്റെ അവസാനം അവിടെയുള്ള ലെവയത്തോണിലെ കുറെ പേരെ വെടിവെച്ചിട്ട് പെഗ്ഗിയും ഡൂഗണും ബാക്കിയുള്ള ആളുകളും ഏജന്റ് തോംസണും കൂടി ഒരു ജീപ്പിൽ കയറുകയാണ്. പേടിച്ചിരുന്ന ഏജന്റ് തോംസനെ പെഗ്ഗിയാണ് സഹായിച്ച് തിരിച്ച് ജീപ്പിൽ കൊണ്ടാക്കുന്നത്. ഇവർ ആ സൈക്കാട്രിസ്റ്റിനെ കൂടി കൂടെ കൂട്ടുകയാണ്. ഇവരവിടെ ചെന്നിട്ട് അവിടെ തടവിലിട്ടിരുന്ന ഈ സൈക്കാട്രിസ്റ്റിനെ മോചിപ്പിക്കാൻ പറ്റിയെന്നതല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നും ഉണ്ടായില്ല. ഇവർ തേടി ചെന്നത് അവിടെ ഹോട്ട്സ്റ്റാർക്ക് ഉണ്ടായിരിക്കുമെന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർക്കുമായിട്ട് ഒരു ആയുധ കച്ചവടം നടക്കുന്നുണ്ടെന്നാണല്ലോ ആ ടൈപ്പ് റൈറ്ററിൽ നിന്ന് വന്ന മെസ്സേജ്. അത് തേടി ചെന്ന അവർക്ക് അങ്ങനെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഡൂഗണിനോട് യാത്ര പറഞ്ഞ് പെഗ്ഗി കാർട്ടറും ഏജന്റ് തോംസണും ടീമും കൂടി
തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. സൈക്കാട്രിസ്റ്റ് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പോകാനായിട്ട് വേറൊരു സ്ഥലവുമില്ലെന്ന് പറയുകയാണ്. ഒരുപാട് കാലം അവിടെ പൂട്ടിയിടപ്പെട്ടതുകൊണ്ട് തന്നെ ലെവയത്തോണിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ തനിക്ക് അറിയാമെന്നും അതൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാമെന്നും ആ സൈക്കാട്രിസ്റ്റ് പറയുകയാണ്. അതുകൊണ്ട് പെഗി സൈക്കാട്രിസ്റ്റിനെയും കൂടെ കൂട്ടുന്നു. തിരിച്ചു പോകുന്നതിനിടയ്ക്ക് പ്ലെയിനിൽ വെച്ച് ഏജന്റ് തോംസൺ തന്നെ രക്ഷിച്ചതിന് പെഗിയോട് നന്ദി പറയുകയാണ്. മാത്രമല്ല അദ്ദേഹം ഒരുപാട് കാലം ആരോടും പറയാതെ സൂക്ഷിച്ചിരുന്ന ഒരു കാര്യം കൂടി പെഗിയോട് പറയുന്നു. അന്ന് തീ കത്തിച്ച് രാത്രി എല്ലാവരും കഥ പറയുന്നതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു കഥ പറഞ്ഞിരുന്നു, ഒരുപാട് ജപ്പാൻ സൈനികരെ കൊന്നതിന്റെ കഥ. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ ജപ്പാൻ സൈനികർ തോംസനെയും തോംസന്റെ കൂടെയുള്ള പടയാളികളെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ല അവരുടെ ക്യാമ്പിലേക്ക് വന്നിരുന്നത്. അവരുടെ കയ്യിൽ വെള്ള കൊടിയുണ്ടായിരുന്നു. അതായത് ആ ജപ്പാൻ സൈനികർ അങ്ങോട്ട് വന്നത് കീഴടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ വെള്ളക്കൊടി കാണുന്നതിന് മുൻപ് ഏജന്റ് തോംസൺ അവരെയൊക്കെ കൊന്നു കളയുകയാണ്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഏജന്റ് തോംസൺ ആ ജപ്പാൻകാരെ കൊന്നു കളയുന്നത്. സമാധാനമായി കീഴടങ്ങാൻ വന്നവരെ ഏജന്റ് തോംസനെ കൊല്ലേണ്ടി വന്നു. കൊന്നു കഴിഞ്ഞപ്പോഴാണ് ഏജന്റ് തോംസൺ ആ വെള്ളക്കൊടി കാണുന്നത്. ഈ കാര്യം ആരും അറിയാതിരിക്കാൻ അദ്ദേഹം ആ വെള്ളക്കൊടി ആരും അറിയാതെ കുഴിച്ചു മൂടി. അതോർത്ത് ഏജന്റ് തോംസൺ ഓരോ ദിവസവും വേദനിക്കാറുണ്ടെന്ന് അദ്ദേഹം പെഗിയോട് പറയുകയാണ്. കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ലെന്ന് പെഗി ഏജന്റ് തോംസണോടും പറയുന്നു. ഒരുപാട് കാലം ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിച്ച ഈ കുറ്റബോധം പെഗിയോട് പറഞ്ഞപ്പോ ഏജന്റ് തോംസണ് അല്പം ആശ്വാസം തോന്നുകയാണ്. അടുത്ത സീനിൽ ഡൊറോത്തി അവളുടെ റൂമിൽ ഉറങ്ങാൻ പോകുന്നതാണ് കാണിക്കുന്നത്. പണ്ട് ചെറുപ്പത്തിൽ പഠിപ്പിച്ചതുപോലെ ആ ശീലം ഡൊറോത്തി ഇപ്പോഴും തുടർന്നു പോരുകയാണ്. അവൾ കിടക്കുന്നതിന് മുൻപ് അവളുടെ കൈ കട്ടിലിൽ ലോക്ക് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. അത്രമാത്രം കഠിനമായിട്ടാണ് അവളെ ലെവയത്തോൺ എന്ന് പറയുന്ന സംഘടന ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഡൊറോത്തിയെ പറ്റിയുള്ള സത്യമൊന്നും പെഗിക്കോ മറ്റാർക്കും തന്നെ അറിയില്ല. ഈ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡൊറോത്തിയെ പറ്റിയുള്ള സത്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സമയത്ത് പെഗിയുടെ ഓഫീസിൽ ഇങ്ങനെ ധീരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് മേലധികാരിയുടെ കയ്യിൽ നിന്ന് പെഗിക്ക് അഭിനന്ദനങ്ങൾ കിട്ടുകയാണ്. അത് കേട്ട് പെഗിക്ക് സന്തോഷമായി. കാരണം ഇവിടെ ജോലിക്ക് കയറി കഴിഞ്ഞ് പെഗിയെ എല്ലാവരും അംഗീകരിച്ച നിമിഷം വേറെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം മേലധികാരി ലെവയത്തോണിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ആ സൈക്കാട്രിസ്റ്റിനെ തന്റെ അടുത്തേക്ക് വിടാൻ പറയുകയാണ്. തന്റെ ജീവൻ രക്ഷിച്ച പെഗിയോട് ഏജന്റ് തോംസനും അല്പം ഇഷ്ടമൊക്കെ തോന്നി. അതുകൊണ്ട് ഏജന്റ് തോംസനും ആളുകളും പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ പെഗിയോട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇന്ന് പെഗിക്ക് അവരുടെ വക ചെലവാണ്. ഇതൊക്കെ കണ്ട് പെഗിക്കും വളരെ സന്തോഷമായി. കാരണം ഇത്ര അംഗീകാരമൊന്നും ഇവരുടെ കയ്യിൽ നിന്ന് ഇതിനു മുൻപ് കിട്ടിയിട്ടില്ല. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സൂസയെ പെഗി കൂടെ വരാൻ വേണ്ടി വിളിക്കുകയാണ്. പക്ഷെ സൂസ തൽക്കാലം തനിക്ക് വർക്കുണ്ടെന്നും ഇപ്പൊ വരുന്നില്ലെന്നും പറയുകയാണ്. പെഗി നടന്നു പോകുന്നു. പക്ഷെ പെഗി പോയി കഴിയുമ്പോഴാണ് സൂസ ഒരു ഫോട്ടോ എടുത്ത് അവളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്. സൂസ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഫോട്ടോയിൽ കണ്ട അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഇവരെക്കാൾ മുൻപ് എത്തിച്ചേരുന്ന ആ സ്ത്രീ പെഗിയാണോ എന്നറിയാൻ വേണ്ടിയുള്ള നിരീക്ഷണമാണ്. അത് പെഗിയാണെന്ന് കണ്ടെത്താൻ സൂസയ്ക്ക് സാധിക്കൂ. ഡൊറോത്തി ഇനി എന്താണ് ചെയ്യുക? എന്തിനായിരിക്കും ആ ടൈപ്പ് റൈറ്ററിലൂടെ സത്യമല്ലാത്ത ഒരു വാർത്ത ഇവർക്ക് അയച്ചു കൊടുത്തത്? ആരായിരിക്കും ആ വാർത്ത ഇവർക്ക് അയച്ചു കൊടുത്തത്? കാരണം അതിൽ വന്ന മെസ്സേജ് പോലെ അവിടെ ഹോട്ട്സ്റ്റാർക്കോ അദ്ദേഹത്തിനോട് ആയുധ വ്യാപാരം നടത്തുന്നവരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനായിരുന്നു അങ്ങനെ ഒരു മെസ്സേജ് ആ ടൈപ്പ് റൈറ്ററിലൂടെ വന്നത്? ഇതൊക്കെ അറിയാൻ വേണ്ടി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അടുത്ത 3 എപ്പിസോഡ് ഒടുക്കത്തെ ത്രില്ലിംഗ് ആണ്. ഇനിയാണ് ശരിക്കും ഈ സീരീസിലെ ഏറ്റവും അടിപൊളി എപ്പിസോഡുകൾ വരാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.